അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തണ്ണീർമുക്കം ബണ്ടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് KTDC കുമരകം ഗേറ്റ് വേ. നമ്മൾ പോകുന്ന ഇലക്ട്രിക് വെഹിക്കിളിലാണ്. KTDCയിലേക്ക് ഇവിടുന്ന് 70 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇത് സിട്രിയോൻ്റെ EC3 ആണ്. ഒരു ഫുൾ ചാർജിൽ തന്നെ 230 കിലോമീറ്റേഴ്സാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ബാലൻസ് ഉള്ളത് 205 കിലോമീറ്റേഴ്സ് ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 205 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ അത് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിലൂടെയാണ് ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ജലസേചന പദ്ധതിയാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബണ്ട് ആദ്യം നിർമ്മിച്ചത്. ഈ പ്രദേശത്തെ ജലസേചനവും കൃഷിയും ഒക്കെ സംരക്ഷിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോള് ഈ ബണ്ടിനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ബണ്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിലെ ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നത് തടയുക എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബണ്ടിൻ്റെ ഒരു സൈഡിലേക്കുള്ളത് ഉപ്പുവെള്ളവും ഒരു സൈഡിലേക്കുള്ളത് ശുദ്ധജലവുമാണെന്ന്. അത് മാത്രമല്ല, ഇത് കോട്ടയവും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ബ്രിഡ്ജായിട്ടും ഉപയോഗിക്കുന്നു. ഈ ബണ്ടിന് 31 ഷട്ടറുകളാണുള്ളത്. അപ്പോൾ അത് തുറക്കുന്നത് ഈ ഒരുപാട് മഴയുള്ളപ്പോഴേക്കും മഴവെള്ളം പുറത്തേക്ക് കായലിലേക്ക് ഒഴുക്കി കളയാനും പിന്നീട് ഉപ്പുവെള്ളം തിരിച്ച് കയറാതിരിക്കാനുമായിട്ടാണ് ഈ ഷട്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബണ്ടിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത് 1958 അതുപോലെ തന്നെ പൂർത്തിയാക്കിയത് 1976 1400 മീറ്റർ നീളമുള്ള ഒരു ബണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ചേക്കുന്ന ജലനിയന്ത്രണ സംവിധാനമാണിത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിൻ്റെ കുറുകെയാണ് ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി KTDC കുമരകം ഗേറ്റ് വേയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടാണ് ഈ KTDC കുമരകം ഗേറ്റ് വേ ഉള്ളത്. ഇതൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെറ്റ് അവേ പ്ലേസ് ആണ്. നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഒരുപാട് മരങ്ങളും ലോണൊക്കെ ആയിട്ട് നല്ല ലേക്ക് ഫ്രണ്ടേജ് ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു ട്രഡീഷണൽ രീതിയിലാണുള്ളത്. മൊത്തം ഒരു 37 നന്നായിട്ട് സജ്ജീകരിച്ചേക്കുന്ന റൂമുകളാണ് ഈ റിസോർട്ടിലുള്ളത്. എല്ലാ റൂമിലും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, TV ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും തന്നെ ഉണ്ട്. നല്ല വലിയ പാർക്കിംഗ് ഏരിയാസും വൈഫൈ ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ഫിഷ് വെറൈറ്റീസ് ഒക്കെ ആയിട്ട് നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഫിഷിങ്ങും സൈക്ലിങ്ങും ഒക്കെ ഇഷ്ടമായവർക്ക് അതുപോലുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയ പാർക്കുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ഊഞ്ഞാലുകളും മരങ്ങളിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയാൻ പറ്റിയത് ഇവിടെ കോർപ്പറേറ്റ് ഇവൻറ്റ്സും സെമിനാർസും പിന്നെ അതർ ഇവൻറ്റ്സും ഒക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂം നമ്പർ 106 ആണ്. അപ്പോൾ ഈ ബ്ലോക്കിലാണ് 106 ഉള്ളത്. അപ്പോൾ അത് അന്വേഷിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 106 റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് റൂം. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡബിൾ ബെഡ്, പിന്നെ നന്നായിട്ട് അലങ്കരിച്ചേക്കുന്ന ബെഡുകളാണ്. നല്ല നീറ്റാണ് റൂം. അത്യാവശ്യം വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. TV എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു സ്പേസ് ഡ്രസ്സിങ്ങിനായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്. അത്യാവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു നല്ലൊരു ചെറിയ റൂം. അപ്പോൾ ഇനി നമുക്ക് റൂമിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പുറത്തൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഗാർഡൻ വ്യൂ ആണ് ഉള്ളത്. പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പഴയ ഒരു ഇല്ലത്തേക്കിനൊക്കെ നടക്കുന്ന ഒരു ഫീലുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ, ഇതിൻ്റെ ബിൽഡിങ്സൊക്കെ തന്നെ അതുപോലെയാണ്. അപ്പോൾ ഈ നേരെ കാണുന്നത് ഒരു സ്ലൈഡാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കാണ്. അവിടെ ഇപ്പോൾ സീസോ, സ്ലൈഡ്, പിന്നെ ചെറിയൊരു ഊഞ്ഞാൽ എല്ലാം തന്നെയുണ്ട്. അതായത് കുഞ്ഞു കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ലേക്ക് ഫ്രണ്ടിൽ തന്നെയാണ് ഈ പാർക്ക്. അപ്പോൾ നമുക്ക് ആ ലേക്ക് സൈഡിലേക്കൊന്ന് പോയി നോക്കാം.
അപ്പോൾ എങ്ങനെയുണ്ട്? കായൽക്കര അടിപൊളിയല്ലേ? കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. അത് മിക്കവാറും തന്നെ ബോട്ടൊക്കെ അടുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. ഭയങ്കര വലിയ തണൽ മരങ്ങൾ, പിന്നെ വലിയ ചൈനീസ് നെറ്റ്സ്. അപ്പോൾ നെറ്റ്സികളുടെ തന്നെ ഇഷ്ടംമാതിരി നീർക്കാക്കകൾ ഇരിക്കുന്നുണ്ട്, പിന്നെ കിങ് ഫിഷേഴ്സ് ഇരിപ്പുണ്ട്, പിന്നെ ഈഗിൾസ് ഇരിപ്പുണ്ട്, പിന്നെ ഗാർഡനികളുടെ തന്നെ ഇഷ്ടംമാതിരി കൊക്കുകൾ അതിക്കടെ ഇതിക്കടെ നടക്കുന്നുണ്ട്. അതിന് വലിയ പേടിയൊന്നുമില്ല. പിന്നെ വലിയ വലിയ നല്ല തണൽ മരങ്ങളുണ്ട്, പിന്നെ അതിലൂടെ തന്നെ ഊഞ്ഞാലുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി സ്പേസാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ബോട്ട് കയറ്റി നിർത്തുന്ന ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമുക്കം ബണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഈ പോകുന്നത്. അവിടെ ആ കാണുന്ന പാലാണ് തണ്ണീർമുക്കം ബണ്ട്. ആ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ഒരു പഴയ ട്രഡീഷണൽ കേരള ഹോട്ടൽസിൻ്റെ ഒരു മോഡലിലാണ് ഇത് റെസ്റ്റോറൻ്റ് ഉള്ളത്. വുഡൻ ചെയേഴ്സും പിന്നെ ചെറിയ ചെറിയ ടേബിൾസും ഒക്കെയാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. വൈകുന്നേരം ഒരു ചായ കുടിച്ചിരിക്കാൻ പാകത്തിന് കായൽ ഫേസ് ചെയ്ത് തന്നെ കുറച്ച് ബെഞ്ചും ടേബിൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗാർഡനും മറ്റേ സൈഡ് നല്ല കായലുമാണ്. ഈ കാണുന്നതാണ് വേമ്പനാട് കായൽ. അപ്പോൾ ഈ കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഒക്കെ കവർ ചെയ്ത് കിടക്കുന്ന 96 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ കായലാണിത്. കേരളത്തിലെ തന്നെ ലാർജസ്റ്റും ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റും ലേക്കാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇക്കോണമി, ടൂറിസം, കൾച്ചറിലേക്കൊക്കെ ഈ കായൽ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ നടത്തുന്നുണ്ട്. പമ്പയും പെരിയാറും ഉൾപ്പെടെ 10 റിവേഴ്സാണ് ഈ കായലിലേക്ക് വെള്ളം ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കായൽ കണക്ട് ചെയ്ത് കിടക്കുന്നത് അറേബ്യൻ സീയിലേക്കാണ്. ഈ കായലിന്റെ പല ഭാഗങ്ങളായിട്ട് കണ്ടൽക്കാടുകളുണ്ട്, ബേർഡ് സാഞ്ചുറീസ് ഉണ്ട്, പിന്നെ ബോട്ട് റേസസ് നടത്തുന്നുണ്ട്. പിന്നെ ഈ കായലിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് അഗ്രികൾച്ചറൽ ഏരിയാസ് ഉണ്ട്. ഫിഷിംഗ് ആണെങ്കിൽ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേമ്പനാട് കായലിന്റെ കൂടുതലും ഡീറ്റെയിൽസ് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് കുമരകം KTDC ഗേറ്റ് വേയിലെ ക്രിസ്മസിന്റെ ടൈമിലുള്ള നൈറ്റ് ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വർക്ക് പ്രഷറിൽ നിന്നൊക്കെ മാറി ഇന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ തണ്ണീർമുക്കം സ്റ്റേ ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നമ്മുടെ KTDC കുമരകം റിസോർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണിത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി നമ്മളുടെ ഈ വീഡിയോ റേഞ്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എൻഡ് ചെയ്യാം. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കൊരു 50 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 155 കിലോമീറ്ററാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അതൊരു കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു 10 കിലോമീറ്ററോളം ഇൻ ആൻഡ് അറൗണ്ട് ഈ കുമരകത്ത് തന്നെ ഓടിയിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ജേർണി.